വേണു മിസ് കൈമൾക്ക് ഇന്ന് രൂപ കൊടുക്കേണ്ടതല്ലായിരുന്നു. എന്താ രാവിലെ കൊണ്ടുപോകാനത്? 5000 രൂപയുണ്ട്, ഇന്ന് തന്നെ കൊണ്ട് കൊടുത്തേക്ക്. അതൊന്ന് എണ്ണി നോക്കണം കേട്ടോ. എടാ കള്ള, നീ ഇവിടെ ഒളിച്ചിരിക്കുന്നു. എഴുന്നേൽക്കടാ. എടാ എഴുന്നേൽക്കാൻ, എഴുന്നേൽക്കാനാണ് പറഞ്ഞത്. വാടാ വാടാ കൂടെ വാ വാ. ഈ കത്ത് പൊട്ടിച്ചാരാടാ? ഏമാന്ന. എടാ ഈ കത്ത് ഇവിടെ കൊണ്ടുവച്ചാരാണെന്ന്? അതും ഏമാന്ന. എടാ കഴുതേ, സത്യം പറയണം, ഈ കത്ത് പൊട്ടിച്ചതാരാ? ഇത് രണ്ടും ഏമാന്ന. നീ തല്ല് മേടിക്കും. ഉത്തരവ്. ഞാൻ ഈ കത്ത് പൊട്ടിച്ച് വായിച്ചൊന്നു. ഏമാൻ വായിക്കുന്നത് ഗോപാലൻ കണ്ടതാ. ഏമാൻ മറന്നുപോയതായിരിക്കും. എടാ കാപ്പി തന്നതിന് ശേഷമാ ഗോപാലൻ എഴുത്ത് തന്നത്. എഴുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാ ഗോപാലൻ അടുത്തേക്ക് പോയത്. നീ എഴുത്തെനിക്ക് കൊണ്ട് തന്നോ? തന്നെ. ഞാനത് പൊട്ടിച്ചു വായിച്ചു. വായിച്ചേ. നീ എഴുത്തിന്റെ കൈ കൊണ്ട് തന്നു. ഇല്ലേ? ഞാനത് പൊട്ടിച്ചു വായിച്ചു. അതും ഇല്ലേ? കൂടാതെ കാപ്പി ഞാൻ കുടിച്ചു. അതും ഇല്ലേ? എന്തിനാ കഴുതേ പോകുന്നത്? എന്തിനാ മോനെ ആ പാവത്തിനെ തല്ലിയത്? ഇവനിവിടെ നിന്റെ കത്ത് പൊട്ടിച്ച് വായിച്ചമ്മേ. ദൈവത്തിനാണ് കൊച്ചമ്മ, എഴുത്ത് ഞാൻ പൊട്ടിച്ച് വായിച്ചില്ല. കത്തും കാപ്പിയും കൂടി ഗോപാലൻ ഏമാന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. എടാ നീ ഇനിയും തല്ല് വായിക്കുമേ. ഉത്തരവ്. ഞാൻ ഈ കത്ത് കാണുന്നത് തന്നെ വെളിയിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ. ഞാൻ വരുമ്പോൾ നിന്റെ ഒരു കത്ത് ഉണ്ടായിരുന്നല്ലോ. അച്ഛനപ്പോ രൂപ കൊണ്ട് തരാൻ വന്നില്ലേ? രൂപയോ? ഏത് രൂപ? എടാ കൈമൾ കൊടുക്കാനുള്ള 5000 രൂപ ഞാൻ നിന്റെ കൊണ്ട് തന്നില്ലേ? എന്ന്? എന്നും കുറച്ചു മുമ്പേ. അച്ഛനെന്താ സ്വപ്നം കാണുകയാണ്? 5000 രൂപ എന്റെ കൈ കൊണ്ട് തന്നു. ഭ്രാന്ത് പറയല്ലേ വേണു. കൈമൾ കൊടുക്കാനുള്ള 5000 രൂപ ഞാൻ നിന്റെ കൊണ്ട് തന്നതാ. നോക്കണോ, ഞാൻ സ്റ്റേഷനിൽ നിന്ന് വന്നതിന് ശേഷം നേരെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി. പിന്നെ ഇപ്പോഴാണ് ഈ റൂമിലേക്ക് വരുന്നത്. അച്ഛൻ പറയുന്നത് കേട്ടോ? പറഞ്ഞ പോലെ അവൻ വെളിയിലോട്ട് പോകുന്ന ഞാനും കണ്ടതാണ്. പിന്നെ നിങ്ങൾ എപ്പോ രൂപ കൊടുത്തെന്നായി പറയുന്നേ? എന്റെ ഭാരതി, നീ എന്തുവായി പറയുന്നത്? രൂപ 5000 കളിതമാശ പറയാനുള്ള കാര്യമല്ല. അച്ഛന് വേറെ ജോലിയൊന്നുമില്ല. രൂപ എന്റെ കയ്യിൽ തന്നു. രൂപ പെട്ടിയിൽ കാണും. എടാ നിന്റെ കയ്യിൽ തന്ന രൂപ പെട്ടിയിൽ എങ്ങനെയാ കാണുന്നത്? രൂപ ആർക്കാണ്ട് കൊണ്ട് കൊടുത്തിട്ട് ചെറുക്കനോടത്തിനെ കിടന്ന് ചാടുന്നത്. എന്റെ കത്തും കാപ്പിയും പോലെ വല്ല ഈ ഓർമ്മപ്പിശ എന്ന് പറയുന്നത് വല്ല പാർശ്വവ്യാധിയോ മറ്റാണ്? ഓർമ്മപ്പിശകോ? മോനെ, രൂപ 5000. എത്ര 1000 ആണെങ്കിലും കൊടുത്തടത്തിയെന്ന് വാങ്ങിയില്ല. വാ മോനെ, വാ ഊണ് കഴിക്കാം. എന്റെ ഭഗവാനെ, ഇതെന്തൊരു മഹിമായം. ഗോപാല, എന്തോ? നീ വേണുവിന് കത്തും കാപ്പിയും കൊടുത്തായിരുന്നോ? ഈ കൈ കൊണ്ടാണ് അങ്ങനെ ഗോപാലൻ കത്തും കാപ്പിയും കൊണ്ട് കൊടുത്തത്. എന്റെ പൊന്നു ഗോപാല, ഞാനും രൂപ കൊടുത്തതാണടാ. ഈ ചെറുക്കന്റെ ബുദ്ധിക്ക് വല്ല തകരാറും സംഭവിച്ചിട്ടുണ്ടോ? അതാണ് അങ്ങനെ ഗോപാലന് സംശയം. അപ്പോഴേ എന്നാ അടുത്ത പരിപാടി? ഏതായാലും നമുക്കുടനെ നാട്ടിലേക്ക് പോകണ്ട. പിന്നെ നാട്ടിലേക്ക് പോകുന്നതിന് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ആരും കാണാത്തൊരു സങ്കേതം കണ്ടുപിടിക്കണം, വല്ല ഗുഹയിലെങ്കിലും. അത് തൊഴിൽ കൊള്ളാനുള്ള പ്ലാനാ. കരുതി നിന്നാൽ ഒന്നും പേടിക്കാനില്ല. എന്തപ്പാ, എന്റെ അമ്മയെ വഞ്ചിച്ച ആ മനുഷ്യനെ
എനിക്കും കുറെ വഞ്ചിക്കണം. കൂടാതെ ആ വേണുവിന്റെ കാമുകിയെ നമുക്കൊന്ന് തേടിപ്പിടിക്കണം. അത് വേണ്ട കുട്ടപ്പ. ഒന്നുമില്ലെങ്കിലും നിന്റെ അനിയനല്ലേ വേണു യജമാനൻ. എങ്ങനെങ്കിലും കഴിഞ്ഞു കൂടിക്കൊള്ളട്ടെ പാവം. അങ്ങനെ വിടാൻ പാടില്ലണ്ടപ്പാ. കൂടാതെ അവിടെ നിന്നും വല്ലതും തട്ടിയെടുക്കാൻ കഴിയുമോ എന്ന് കൂടി ശ്രമിക്കണം. അത് സാമർത്ഥ്യം. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പിടിച്ചോ. എന്താടാ കുട്ടപ്പ, കാമുകിയുടെ പേരെന്താ? വേണുവേട്ടന്റെ രമണി. അപ്പോഴേ അറിയാം നമ്മുടെ വേണുവിന്റെയും രമണിയുടെയും സംബന്ധം നമ്മൾ എന്തിനാ ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്. എന്നായാലും നമ്മൾ അങ്ങ് നടത്താൻ തീരുമാനിച്ചു. എങ്കിലത് നേരത്തെ ആയിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് വേണ്ടെന്ന് ആര് പറഞ്ഞളിയാ? നിങ്ങളുടെ പെണ്ണ്, നിങ്ങളുടെ ചെറുക്കൻ നടത്തിക്കോ. നിങ്ങൾ എന്താ ഒരുമാതിരി സന്യാസിയെ പോലെ വർത്താനം പറയുന്നത്? ചെറുക്കന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ബന്ധമൊന്നുമില്ലേ? അയ്യോ, എല്ലാം നീ തന്നെ തീർച്ചപ്പെടുത്തിയാ മതിയേ. എനിക്ക് നിന്നെ വിശ്വാസമാണ്. എങ്കിലേ പെണ്ണിനോടും ചെറുക്കനോടും ഒന്ന് ചോദിക്കണം. ഒരു ജോത്സ്യരെ വരുത്തി കല്യാണത്തിന് നേരം കുറിക്കണം. കല്യാണം ഒന്ന് നടത്തണം. അങ്ങനെയൊക്കെയാ പതിവ്. പെണ്ണിനോടും ചെറുക്കനോടും ചോദിച്ചിട്ട് കാര്യമില്ല ഭാരതി. അവരൊക്കെ നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ പെൺപിള്ളേരുടെയും ആൺപിള്ളേരുടെയും കാലമല്ലേ. അത് ശരിയാ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല സംഗതികൾ. പിന്നെ വേണു ഇന്നലെ ഒരു പെരുമാറ്റ ദോഷം കാണിച്ചു. നീ തുടങ്ങി. വയസ്സായപ്പോ ഓർമ്മ നിൽക്കാത്തതിന് ചെറുക്കനെ എന്തിനാ കുറ്റം പറയുന്നേ? എനിക്ക് ഓർമ്മക്കേടൊന്നുമില്ലടി. രൂപ 5000 ഞാനാ അവന്റെ കയ്യിൽ കൊടുത്തത്, അറിയാമോ? എന്താ എന്തുണ്ടായി? എന്റെ പൊന്നളിയ, എന്തു പറയാനാ. ഞാൻ ഇന്നലെ നമ്മുടെ വേണുവിന്റെ കയ്യിൽ ഒരു 5000 രൂപ കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് ചോദിച്ചപ്പോ അവൻ വാഴ പൊളിച്ചു നിൽക്കുന്നു. അതെന്ത് പറ്റി? ഞാൻ അവന്റെ കയ്യിൽ രൂപ കൊടുത്തില്ലെന്ന്. എന്താ? എങ്കിലളിയൻ രൂപ കൊടുത്തില്ലായിരിക്കും. അങ്ങനെ പറയേട്ടാ. രൂപ ആർക്കും കൊണ്ട് കൊടുത്തിട്ട് ഒരു കഥയും കൊണ്ട് ഇറങ്ങിയിരിക്കുക. അയ്യോ എന്റെ ഭഗവാനെ, ഞാൻ ഇനി എന്തു പറഞ്ഞാ ഇവരെയൊക്കെ ഒന്ന് വിശ്വസിപ്പിക്കുന്നത്? സത്യത്തിൽ അളിയൻ രൂപ കൊടുത്തോ? കൊടുത്തളിയ, എന്റെ അളിയനാണ് കൊടുത്തേ. പിന്നെ കൊടുത്തു. കഴുത്ത് കണ്ടിച്ചാൽ എന്റെ കുഞ്ഞ് കള്ളം പറയുകയില്ല. അവനേ പോലീസ് ഇൻസ്പെക്ടറാ. അതാടി എനിക്കും സങ്കടം. 5000 രൂപയുടെ കാര്യം സാരമില്ല. ഇവിടെ ഉള്ളതല്ല അവരുള്ളതല്ലേ. പോരെങ്കിൽ വേറെ അവകാശികൾ ആരുമില്ലല്ലോ. അത് പോട്ടെ, ഈ നാട്ടിൽ നീതിയും ന്യായവും നടത്തേണ്ട ഒരു പോലീസ് ഇൻസ്പെക്ടർ വീട്ടിൽ ഇങ്ങനെ ആയാൽ പിന്നെ നാട്ടിലെ കാര്യം പറയണം. നാട്ടുകാർ വലഞ്ഞില്ലേ അടിയ. വേണ്ട, ഇനി ഇവനോട് വേറൊരു കാര്യം ചോദിക്കാം. ഇതാ ഗോപാല, ഇനി വന്ന് സത്യം പറയണം. നീ ഇന്നലെ വേണുവിന് കത്തും കാപ്പിയും കൊടുത്തോ? കൊടുത്തങ്ങനെ ഈ ഗോപാലന്റെ കൈ കൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. കേട്ടോ, എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് വേണു പറയുന്നത്. രൂപയുടെ കാര്യം രൂപയായതുകൊണ്ട് പറഞ്ഞില്ലെന്ന് വെക്കാം. പക്ഷേ ഈ നിസാരമായ കത്തും കാപ്പിയും കിട്ടിയില്ലെന്ന് പറയേണ്ട കാര്യം വേണുവിനുണ്ടോ? അപ്പോ അളിയനും ഗോപാലനും പറയുന്നത് ശുദ്ധ നുണയാണെന്ന് തെളിഞ്ഞില്ലേ? അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇടാ ഗോപാല, നമ്മൾ വരഞ്ഞല്ലോടാ. അങ്ങനെ ഇപ്പം ഗോപാലന് ഒരു സംശയം. എന്തോന്നാടാ? അല്ല, ഗോപാലൻ കത്തും കാപ്പിയും കൊടുത്തായിരുന്നോ? കൊടുത്തു. അല്ല, അങ്ങനെ രൂപ കൊടുത്തായിരുന്നോ? കേട്ടോ കേട്ടു.